കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ രുചികരമായി തയ്യാറാക്കാൻ പറ്റുന്ന ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഗ്രീൻ പീസ് കറി ഇഷ്ടമില്ലാത്തവർ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാട്ടോ റെസിപ്പി. തുടക്കം മുതൽ അവസാനം വരെ എൻ്റെ കൂട്ടുകാർ കാണുമെന്ന പ്രതീക്ഷയോടെ. പിന്നെ പൂ പോലെ സോഫ്റ്റായ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയുമുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇനി നമുക്ക് തേങ്ങാക്കൂട്ടാണ് റെഡിയാക്കിയെടുക്കാൻ പോകുന്നത് കറിക്ക് വേണ്ടി. അതിനായിതാ നാളികേരം പാകത്തിന് മിക്സി ജാറിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു അര ഗ്ലാസ് നാളികേരമാണ് കേട്ടോ. പിന്നെ 5-6 അണ്ടിപ്പരിപ്പും 2 ഏലക്കായ, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു നുണ്ട് കറുവപ്പട്ട. എന്നിട്ട് പാകത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് മിക്സിയിൽ അടിച്ചെടുത്ത് വരാം. വെണ്ണ പോലെ അടിച്ചെടുക്കണം. അതിന് ശേഷം വെണ്ണ പോലെ അടിച്ചെടുത്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കാണാം. ഇനി നമുക്ക് കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തോ. എന്നിട്ട് 3 കരിയാമ്പൂവും ഒരു തുണ്ടം കറുവപ്പട്ട എന്നിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഒരു സബോളയുടെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി അടുത്തതായി ചെറുള്ളി 5-6 അരിഞ്ഞതും വെളുത്തുള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി പേസ്റ്റാണ്. ഈ പാകത്തിന് വേണം എടുക്കുക കേട്ടോ. എന്നിട്ട് 2 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിള്ളേർക്ക് എരിവ് അധികം ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ 2 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഒരു തക്കാളി എരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് നന്നായി അങ്ങോട്ട് വഴറ്റി കൊടുത്ത ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തോ. എന്നിട്ട് പാകത്തിന് ഉപ്പും പാകത്തിന് വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തുങ്ങായിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ആക്കാം കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് നന്നായി അങ്ങോട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്കൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 5-6 വിസിലിന് ശേഷം ഗ്രീൻ പീസൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടുകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് പൊട്ടിച്ച ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷയോടെ. അടുത്തതായി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഗ്രേവി. അങ്ങനെ അതിലേക്ക് ഗ്രേവി ചേർത്ത് കൊടുക്കാൻ പോകുന്നു കേട്ടോ. എന്നിട്ട് അധികം തിളപ്പിക്കാനൊന്നും പാടില്ല, ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. ചിലരുണ്ട് അങ്ങോട്ട് വെച്ചിങ്ങായിട്ട് വേറുള്ള പണികളൊക്കെ പോവും. അപ്പോഴേക്ക് നമ്മുടെ ഗ്രേവിയുടെ ടേസ്റ്റൊക്കെ പോവും. ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. അങ്ങനത്തെ അടിപൊളി ടേസ്റ്റായ അതീവ രുചികരമായ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഗ്രീൻ പീസ് കറി ഇഷ്ടമില്ലാത്തവർ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതീവ രുചികരമായ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. ഇനി നമുക്ക് വെള്ളയപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. വെള്ളയപ്പം മാവ് പതഞ്ഞ് പൊങ്ങി വന്നത് കണ്ടോ. പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കേട്ടോ. എന്നിട്ട് ഒരു തവി കൊണ്ട് ഇളക്കി കൊടുക്കും. നന്നായി പതഞ്ഞ് മാവ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. മാവിൻ്റെ റെസിപ്പി ഞായിട്ടുണ്ടായിരുന്നു. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് നോക്കണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്ത് നന്നായി അങ്ങോട്ട് ചൂടായ ശേഷം മാവൊക്കെ വീഴ്ത്തി ഒരു 2 സെക്കൻഡിന് ശേഷം തീയൊക്കെ കുറച്ച് വെച്ച് വേവിച്ച് പൂ പോലെയുള്ളതാ നല്ല ടേസ്റ്റിയായ വളരെ സോഫ്റ്റായ വെള്ളയപ്പം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാട്ടോ.
അങ്ങനെ അടുത്ത വെള്ളയപ്പത്തിനുള്ള മാവൊക്കെ വീത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ച് മൂടി വെച്ചിട്ടോ. അങ്ങനെ വേവിച്ചതാ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ പൂ പോലെയുള്ള വെള്ളയപ്പം. നല്ല സോഫ്റ്റായ വെള്ളയപ്പമാണ് കേട്ടോ, വളരെ ടേസ്റ്റിയായ വെള്ളയപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഗ്രീൻ പീസ് കറി, അടിപൊളി ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയായ ഗ്രീൻ പീസ് കറിയും അതേപോലെ തന്നെ നല്ല പൂ പോലെയുള്ള വെള്ളയപ്പത്തിൻ്റെയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ.